പറഞ്ഞത് ശരിയാടാ പ്രതാപ. ഈ ബന്ധം കൊണ്ട് മോൾക്ക് എന്ത് നേട്ടം ഉണ്ടായേ? ഒരു കുഞ്ഞെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ അവൻ മോളെ അമ്മയെന്ന് വിളിക്കാൻ ഒരു കുഞ്ഞിനെയെങ്കിലും കൊടുത്തെന്ന് പറയായിരുന്നു. ഇതിപ്പോ അതും ഇല്ലല്ലോ. ഉണ്ണി പറയുന്നത് പോലെ അത് അവന്റെ തെറ്റല്ലല്ലോ അമ്മേ. മോളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കളയാനുള്ള കാരണക്കാര് നിങ്ങളൊക്കെ അല്ല, നമ്മളൊക്കെ തന്നെയല്ലേ? അച്ഛൻ ഇനി കൂടുതൽ അയാളെ ന്യായീകരിക്കണ്ട. കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കൃപയിൽ കഴിയുന്ന ഒരാളുടെ ഭാര്യയായിട്ട് തുടരാൻ എനിക്കിനി ആഗ്രഹമില്ല. മോള് പോകുന്നില്ലെങ്കിൽ പോകണ്ട. ഞങ്ങൾ എന്തായാലും മോളെ നിർബന്ധിച്ച് അങ്ങോട്ട് വിടില്ല. അച്ഛനും മുത്തശ്ശിയും കൂടിയാ ഇവളെ ഇല്ലാതാക്കി കളയുന്നത്. അമ്മ മിണ്ടരുത്. നിങ്ങളുടെ മൂത്ത മോളും മരുമോനും കൂടെ ഞങ്ങളെല്ലാം കഴുതകളാക്കുമ്പോ അവർക്കൊപ്പം നിന്ന് ചിരിക്കുന്നതാ അമ്മയുടെ ഇപ്പോഴത്തെ നേരം പോക്ക്. ലക്ഷ്മി അമ്മയാകാത്തിടത്തോളം കാലം ഞാനും ഒരു കുഞ്ഞിനെ പ്രസവിക്കരുതെന്നാ അമ്മ ആഗ്രഹിക്കുന്നത്. എന്റെ മനസ്സ് വായിച്ചെടുക്കാൻ നിനക്ക് ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ മോളെ. മോളെ, നിന്റെ മനസ്സ് വായിക്കാൻ അതെന്താ പാഠപുസ്തകമോ? മോള് പറഞ്ഞതാണ് സത്യം. ലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് എന്റെ മോൾക്കും ഒരു കുഞ്ഞിക്കാലി കാണാൻ പാടില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു, ഉടനെ ഒന്നും മോക്ക് അമ്മയാകാൻ പറ്റില്ലെന്ന്. എന്താടി, സന്തോഷമായോ? ഇവൾക്കല്ലെങ്കിലും സന്തോഷാണല്ലോ. മോളും മരുമകനും കൂടെ തണുപ്പുള്ള സ്ഥലത്തേക്ക് ടൂറ് പോയിരിക്കല്ലേ? അടിച്ചു പൊളിക്കല്ലേ? എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിട്ടാ അവര് മനഃപൂർവ്വം ടൂറ് പോയത്. ഉണ്ണിയേട്ടൻ എന്നെ അതുപോലുള്ള സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോയില്ലെന്ന് ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ അവൾ ഉലകം ചുറ്റി നടക്കുന്നത്. എത്ര ഉലകം ചുറ്റി എന്ന് പറഞ്ഞിട്ടെന്താ? അവക്കൊരു ദാമ്പത്യ ജീവിതം ഇല്ലല്ലോ മോളെ. ഇപ്പൊ എനിക്കും ഇല്ലാതായില്ലേ? നിനക്ക് ദാമ്പത്യ ജീവിതം ഇല്ലാതാവുന്നെങ്കിൽ അതിന് കാരണക്കാരി നീ മാത്രമാണ് മോളെ. നിനക്കുണ്ടായ ഭാഗ്യത്തെ പറ്റി നിനക്ക് ഒരു തിരിച്ചറിവും ഇല്ല. പിന്നെ ഭാഗ്യമല്ലേ, മഹാഭാഗ്യം. എന്റെ ഭർത്താവ് നിങ്ങളുടെ മോളുടെ ശമ്പളക്കാരിയായിട്ട് ജോലി ചെയ്യുന്നത് അമ്മയ്ക്ക് വലിയ അഭിമാനമായിരിക്കും അല്ലേ? ഈ വീട്ടിലെ അടുക്കളയിൽ ഉറങ്ങിയിരുന്നവള് ഇന്നൊരു കമ്പനിയുടെ തലപ്പത്ത് എത്തിയതില് അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഒരു അമ്മയാ നിങ്ങള്. ലക്ഷ്മിയുടെ തനി പകർപ്പ്. എന്നാ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയല്ലോ. ഇനി മൂത്ത മോളുടെയും മരുമോന്റെയും കൂടെ പോയി അമ്മയ്ക്ക് ജീവിച്ചൂടെ? അത് എന്റെ ഭർത്താവിന്റെ വീടല്ല, കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും വീടാ. അവിടെ നിങ്ങൾക്ക് അധികാരത്തോടെ താമസിക്കാം. പക്ഷേ ഞാൻ അവിടെ താമസിക്കുന്നത് അടിമയായിട്ടാ. ഇനി എനിക്ക് അതിന് വയ്യ.